ദാവീദിന്റെ ഉയർത്തെണ്ണീപ്പിനായി കാത്തിരുന്നു. പറഞ്ഞു വന്നത് വേറൊരു പടത്തിനെ കുറിച്ചല്ല, ദാവീദ്. സംഭവം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നതായിരിക്കും. ഞാൻ എന്തോ എക്സ്പെക്ട് ചെയ്ത് പോയി. നമ്മുടെ പെപ്പെ ചേട്ടനായതുകൊണ്ട് ഒരു കിൻഡിൽ ഇടിയൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടുപോയ ഞാൻ, ഇടിയില്ല നല്ല ഇടിയാണ്, ഒരു ബോക്സിംഗ് ലെവലിൽ പോകുന്ന പടം ആയതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ കൂടുതലായിരുന്നു എനിക്ക്. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് തന്നെ ആയിരുന്നു. എന്താണ് ഫൈറ്റിങ്, റിങ്ങിൽ കയറി കഴിഞ്ഞാൽ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും, അതൊക്കെ ആ ഒരു ഇതാണ്. എനിക്ക് പേഴ്സണലി അങ്ങോട്ട് ദഹിച്ചില്ല, എന്താണെന്നറിയത്തില്ല. ഫ്രെയിം നോക്കുവാണെങ്കിൽ ഫ്രെയിം, എഡിറ്റിങ്, സൗണ്ട് ഇതെല്ലാം ഓക്കെ ആയിരുന്നു. സ്റ്റോറി പെപ്പയുടെ പടം ഒരു സ്പോർട്സ് ഡ്രാമ ആണ്. അപ്പം ഫുള്ളി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി തന്നെ. അതായത് ഒരു ഈഗോ ക്ലാഷ്, പിന്നീട് നായകൻ ജയിക്കുന്നു, അത് തന്നെയാണ് സ്റ്റോറി. ബട്ട് എന്നിരുന്നാലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എല്ലാരെയും ആക്ടിങ് ഒക്കെ നോക്കുവാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. നമ്മള് അതായത് RDX ഒക്കെ കണ്ട് പെപ്പയുടെ ഒരു കിൻഡൽ ഇടിയുടെ പവർ ഒക്കെ ഉണ്ടല്ലോ, ആ പവർ ഒന്നും ഈ പടത്തില് എനിക്ക് അങ്ങോട്ട് ഫീൽ ആയില്ല. പിന്നെ വില്ലനായിട്ട് വന്ന ബോക്സർ അങ്ങേര് പൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഓവറോൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു ഗംഭീരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു ആവറേജ് ഫിലിം ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നമ്മള് കേരളത്തിലെ ടൊണിലിയാണ് ഞങ്ങൾക്ക് പെപ്പ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയാണ് ഒരു കൈ പോകുമ്പോ തന്നെ അറിയാം ഒരു കിൻഡിൽ ഇടി അവൻ ഇടിയുടെ പവർ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റില്ല. എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല. അതുകൊണ്ട് വൺ ടൈം വാച്ച് പടം എനിക്ക് മോശമായിട്ടും തോന്നിയില്ല പടം. എങ്കിലും എനിക്ക് വർക്കായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. എനിക്കൊരു വട്ടം കാണാൻ കൊള്ളാവുന്ന ഒരു പടമായിട്ട് ഫീൽ ചെയ്ത്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് വന്ന അഭിപ്രായം പറയുക. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. സൈനിങ് ഓഫ് അഫ്സൽ മസർ, ഹരി.